അല്ല കവിഭാവനയിൽ ഇപ്പൊ ശീലാമയാണെങ്കിൽ പോലും ആ വരുന്നതിന്റെ നെന്മേനി വാഗപ്പവും നിറമാണ് കന്മതക്കൂട്ടണിഞ്ഞ മിഴിയാണ് വലമ്പിരി ശങ്കൊത്ത പുറംകഴുത്തും വയനാടൻ മയിൽപ്പിലി തലമുടിയും അരയാലിൻ തളിരൊത്ത അടിവയറ് മരഞ്ഞാണപ്പാട് വീണ പൊൻ. എന്തൊരു വരികളല്ലേ മീനുട്ടി. ഇതൊക്കെയായിരുന്നു സ്ത്രീ സൗന്ദര്യമല്ലേ. പക്ഷെ നമുക്ക് ഇങ്ങനെ കവി എഴുതിയില്ലേലും സാരമില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. അല്ല ഞാൻ ഇപ്പിച്ചിനോട് വണ്ണം വെച്ചോട്ടെ. ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ കേക്ക് വല്ലാണ്ട് നമ്മളെ കണ്ടില്ലേ? അതെ മീനുട്ടി വണ്ണം വെച്ചാ ഇല്ലില്ല വെച്ചൊന്ന് മതങ്ങൾ അല്ല ഞാൻ പറഞ്ഞതാ. കവി എഴുതിയാലും എഴുതിയില്ലേ ശരി, ഇതുപോലെ ഇരിക്കുന്നത്. അണ്ണാ കലക്കി അണ്ണ, ഒന്നും പറയില്ല. അണ്ണൻ പതിവ് പോലെ അല്ലേ അണ്ണൻ? ഞാൻ പറഞ്ഞപ്പോ ഇത്ര ചിരിയില്ലല്ലോ. അതെ ഞാൻ പറഞ്ഞപ്പോൾ ഇത്ര ചിരി ഉണ്ടായില്ല. ഇനി അണ്ണന് ശ്രദ്ധ തെറ്റുന്നുണ്ടെങ്കിൽ ദയവേത് എന്നെ നോക്കി തെറ്റിച്ചെന്ന് വെറുതെ ചീത്തപ്പേര് പറയിപ്പിക്കണ്ട. അത് എനിക്ക് വിഷമാ. അണ്ണനത് മറന്നു. ആ വിവാദത്തിനെതിരെ എന്താണ് പരാമർശിക്കാനുള്ളത്? എനിക്ക് വിഷമാ. ആ വെറുതെ ഇങ്ങനെ വലിച്ചഴക്കരുത് വിവാദങ്ങളിലോട്ട് ഞങ്ങളെ. പ്ലീസ് പ്ലീസ് ഞങ്ങളെ വെറുതെ വിടണം. വെറുതെ വിടും. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും. പറയാൻ പറ്റില്ല. ഇനി അടുത്തൊരു ന്യൂസ് പെട്ടെന്ന് കേൾക്കാം. റിമി അണ്ണനോടൊപ്പം ഒളിച്ചോടി. അണ്ണനെ എടുത്തോണ്ട് ഒളിച്ചു. അണ്ണനെ വേണം ഞാൻ ഒളിച്ചു ഓടിപ്പോയതായിരിക്കും. അണ്ണനെ വേണം ഞാൻ എടുത്തു വളർത്തും. അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒളിച്ചോടാനൊന്നുമല്ല. അണ്ണൻ എന്റെ മോനാണ്, മനസ്സിലായി? എന്റെ മോൻ. അയ്യോ അങ്ങനെയൊന്നും പറയില്ല, തകർന്നു പിഞ്ചു ഹൃദയം. അണ്ണനെ നോക്കിയാണോ? അതേ റിമി മോള് തന്നെ വേണോ? റിമി മോളൊക്കെ തന്നെ, പക്ഷെ എന്റെ മോനാണ്. അതാണോ? അങ്ങനെയാണോ? അങ്ങനെ മതി. ചെറിയ വിഷമത്തോടു കൂടിയാ പറഞ്ഞത്. അങ്ങനെ മതി. അങ്ങനെ മാർക്ക് വേണ്ടേ? അല്ല മാർക്ക് ഞാൻ തരാം. അതിനു മുമ്പ് മോനൊരു ഗിഫ്റ്റ് ഞാൻ തരാം. ഇവിടെ എന്തോ നോക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കാൻ വരണം. വന്നിട്ട് ഞാനൊരു ഗിഫ്റ്റും തരാം. ഓക്കെ ഓക്കെ. അണ്ണാ, അണ്ണനെ അടുത്തൊന്ന് കാണാൻ വന്നേ. കുറച്ച് ദിവസമായി കണ്ടിട്ട്. കഴിഞ്ഞ വർഷം കണ്ടതാ. ദേ അവരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു, ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞു. ഞാനും എനിക്ക് ഓർക്കസ്ട്രക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓർക്കസ്ട്ര പ്രാക്ടീസ് കേൾക്കുമ്പോ ഭയങ്കര. എന്നാലും ഒരു താങ്ക്സ് പറയും. ഞാൻ ഇവര് വായിക്കുന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് രോമാഞ്ചം വരും. എന്റെ ദൈവമേ, അത് ശരി. ഈ കുഞ്ഞു പ്രായത്തില് ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. വേറെ കാര്യമുണ്ട്. റിമിമോൾ അബുദാബി പോയിട്ട് ഒന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നോ? ഇല്ലല്ലോ. വന്നോ? ഇല്ല. അണ്ണൻ ഇഷ്ടപ്പെട്ട, അണ്ണൻ ആഗ്രഹിക്കുന്ന, അണ്ണൻ കൊതിച്ചിരിക്കുന്ന, അണ്ണൻ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ തരും. അണ്ണന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു റിമോട്ട് കാർ. ഇത് അണ്ണന്റെ മാത്രമല്ല, ഇതെല്ലാവരുടെയും കൂടെ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ എല്ലാവരുടെയും ഒരു ഗിഫ്റ്റാണ് മോന് ന്യൂ ഇയർ ആയിട്ട്. കേട്ടോ? ഒന്ന് ഓടിച്ചു നോക്കിയേ, തുറന്നു നോക്കിയേ. അടിപൊളി. ഇനി ഇതിലായിരിക്കും തിരിച്ചു വീട്ടിലേക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.